അമ്പനാട് എസ്റ്റേറ്റ് വന്ന് ഞങ്ങൾ നല്ല ഒരു വ്യൂ പോയിന്റ്. ഈ ബാക്ക് കാണുന്നതാണ് വ്യൂ പോയിന്റ്. തോന്നും വെയിലുള്ളത് പോലെയൊക്കെ തോന്നും, പക്ഷേ നമുക്കൊരു തണുത്ത ഫീൽ കിട്ടുന്നൊരു ക്ലൈമറ്റാണ് ഇവിടെ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അമ്പനാട് എസ്റ്റേറ്റ് കാണാൻ എത്തി ടിക്കറ്റ് എടുക്കുവാന്നും പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ നിർത്തിയത്. അതിൻ്റെ പാർട്ട് 2 ആണിത്. അങ്ങനെ ടിക്കറ്റ് എടുത്തപ്പോഴേ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് അങ്ങോട്ട് കയറരുത്, വന്നവരൊക്കെ തിരിച്ചു പോയിട്ട് അവരെ ചീത്ത വിളിച്ച് എന്നാണ് പറഞ്ഞിട്ടാണ് നമ്മൾ വിട്ടത്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോഴേ ഒരു വ്യൂ പോയിൻ്റ് എന്നുണ്ട്. ഞങ്ങൾ ആ വ്യൂ പോയിൻറ്റിലോട്ട് കയറിയപ്പോൾ വലത്തെ സൈഡിലായിട്ട് നമുക്ക് ഈ കാണുന്നതൊക്കെയാണ് വ്യൂ പോയിൻറ്റ്. നമുക്ക് കയറുമ്പോൾ തന്നെ റോഡ് നല്ല മോശമാണ്, കുലുങ്ങിയായിരിക്കും നമ്മളവിടെ എത്തുന്നത്. റോഡ് നല്ല മോശമായിരിക്കും. അപ്പം ഈ സൈഡിലായിട്ട് നമ്മൾ കയറി കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് വ്യൂ പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മൾ കണ്ട് തന്നെ ആയിരിക്കും പോകുന്നത് വലത്തെ സൈഡിലോട്ട്. പിന്നെ വേറെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഓപ്പോസിറ്റ് വരികയോ ഒരാളെ കാണാനോ ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത്. അങ്ങനെ ഈ കാണുന്ന പോലെയാണ് വലത്തെ സൈഡിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി. അമ്പനാട് എസ്റ്റേറ്റ് വന്നിട്ട് 400 പാസ് എടുത്തിട്ട് ഞങ്ങൾ ഇതിനകത്ത് കയറി. ഒരു വ്യൂ പോയിന്റ് ആണ് ബാക്കി കാണുന്നതാണ് വ്യൂ പോയിന്റ്. ഈ ബാക്കി കാണുന്നതാണ് വ്യൂ പോയിന്റ്. ഇതിൻ്റെ പേരെന്തോ ആനച്ചടി പറഞ്ഞാൽ ഒരു നല്ല വെയിലൊക്കെ തോന്നും, വെയിലുള്ളത് പോലെയൊക്കെ തോന്നും, പക്ഷേ നമുക്കൊരു തണുത്ത ഫീൽ കിട്ടുന്നൊരു ക്ലൈമറ്റാണ് ഇവിടെ. റോഡൊക്കെ നല്ല മോശം. അപ്പോൾ കയറി വരുന്നവരൊക്കെ നല്ല ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിച്ചിട്ട് വേണം കയറി വരാൻ. ആകാശ ഗംഗയിലെ പ്രേതത്തെ പോലെ ദൂരിയ പ്രേതം കൂടെ വരുവാണ് ഒരാണി. ഇതാ ഇനി ഞങ്ങൾ അടുത്തടുത്തോട്ട് പോവാണ്. വീണ്ടും ഞങ്ങൾ അകത്തോട്ട് പോയി. മക്കൾ പറയും കിടക്കുമല്ലായിരുന്നോ കാറില്? കല്ലും താണ്ടി ഈ റോഡൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ താണ്ടി ഒരു നല്ലൊരു വ്യൂ പോയിന്റിലെത്തി. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് വന്നപ്പോഴത്തേന് വണ്ടി ഒരിടം വരെ പോകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കരുതി അവിടെ തന്നെ ആയിരിക്കും വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് വണ്ടി നിർത്തി നടന്ന് വന്നപ്പം ആണ് ഒരു വ്യൂ പോയിന്റ് കണ്ടത്. അങ്ങനെ മോനെ ഞങ്ങൾ പൊക്കത്ത് നിർത്തി താഴോട്ട് കൊണ്ടുവന്നില്ല, കാരണം തെന്നിയ നല്ലപോലെ വീഴും. നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നിൽക്കാൻ. നല്ലൊരു സ്ലോപ്പ് പോലെ പോയിരിക്കുന്ന താഴോട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്ത്. അപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് നിന്ന് നമുക്ക് നല്ലോണം കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് മരത്തിലൊക്കെ കളിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് നല്ല കാറ്റുമായിരുന്നു. കാറ്റും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കയറി നടക്കാനായിട്ട് വന്നു. കാറിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ കുറേ പശുക്കളും പിന്നെ ഇച്ച അവിടെ നിന്നൊക്കെ ചുള്ളി വറക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ചുള്ളി വറക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് താഴോട്ട് വന്നു. ഇതിൻ്റെ ബാലൻസ് വീഡിയോ അടുത്ത പാർട്ട് കാണുന്നതായിരിക്കും. ബായ്.